ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് നോമ്പിനുണ്ടായിരുന്ന കുറച്ച് കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഈ ഒരു ഓർഡർ നമുക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. രാവിലെ ഒരു 10-11 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. വൈകിട്ട് നോമ്പ് തുറന്നതിന് ശേഷം മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. നമുക്ക് നോമ്പും എല്ലാം കൂടിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഗ്യാപ്പിനൊക്കെ വരുന്നതാണെന്ന് വെച്ചാൽ മാത്രമേ എടുക്കാറുള്ളൂ. ഇത് പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നമുക്ക് ടൈം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. ഇത് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ഇതൊരു വാട്ടർ മെലൺ തീമിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത്. ഓൾറെഡി ഒരു റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഫോണ്ടനിലാണ് കേട്ടോ ഈ വാട്ടർ മെലൻ്റെ ഈ ഒരു പീസസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു പീസസ് മാത്രം സൈഡിൽ ഒട്ടിച്ചിട്ട് ടോപ്പിൽ ഇതിൻ്റെ ഒരു വലിയൊരു പീസ് വെക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ സിമ്പിളായിട്ട് തോന്നിയോണ്ടാണ് മെയിനായിട്ട് ഓർഡർ എടുക്കാൻ കാരണം തന്നെ. അങ്ങനെ അതെല്ലാം സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു റൈറ്റിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ബർത്ത്ഡേ കേക്കാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ എഴുതാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ഈ ചെയ്യുന്നത് ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. കാരണം കേക്ക് ഓൾറെഡി ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ടൈമിലാണ്. കാരണം നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്ത് വെക്കുക. കാരണം നോമ്പ് തുറന്നതിൻ്റെ ശേഷം അത് കൊണ്ടുപോയി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും ചെയ്ത് വെച്ച് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അങ്ങനെ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പത്തിരിയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടാ. അങ്ങനെ പെരുമ്പിലാവിലാണ് കൊണ്ടു കൊടുക്കാണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊക്കെയും കൂടിയിട്ട് കേക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. ഇത് നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ആയിരുന്നു. ഇത് വന്നിട്ട് 1 kg ട്രസ്ലെച്ചസ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കളറ് പർപ്പിൾ കളർ മതി. പിന്നെ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെയറി ടൈൽസിൻ്റെ തീമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 kg കേക്കായിരുന്നു. അപ്പോൾ കളറൊക്കെ ഓൾറെഡി സെറ്റാക്കി പർപ്പിൾ കളറിൽ വെച്ചിട്ട് തന്നെ ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് കുറച്ച് ഫോണ്ടൻ്റ് വർക്കും അതുപോലെ തന്നെ പ്രിൻ്റ് വർക്കുകളും എല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാം മിക്സഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇതൊരു 2 kg ഒക്കെ ആ ഒരു ഹൈറ്റിൽ വരുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കാരണം ഇതിൽ അത്യാവശ്യം വർക്കുകൾ വരുന്നുണ്ട് ഫെയറി ടൈൽസിൻ്റെ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ കുറച്ച് ഫോണ്ടൻ്റ് വർക്കും കുറച്ച് പ്രിൻ്റ് വർക്ക് ആക്കിയിട്ട് സെറ്റാക്കിയത് ഫോണ്ടൻ്റ് വർക്കൊക്കെ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ 1 kg കേക്ക് ആയതുകൊണ്ട് പരമാവധിയിൽ കൊള്ളിക്കാൻ പറ്റുന്നതല്ലേ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓവറായിട്ടുള്ള വർക്കും കേക്ക് ചെറുതും ആയിപ്പോവും. അപ്പോൾ പിന്നെ ഭയങ്കര ബോറായി പോകും കേട്ടോ. അപ്പോൾ പരമാവധി അത്യാവശ്യം മെയിനായിട്ടുള്ള ഫിഗേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമറിനൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസും ലുക്ക് വൈസും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കേക്കും നമ്മൾ കൊടുത്തിട്ടാണ്. പിന്നെ ഇത് അവിടുന്ന് പിറ്റേ ദിവസം വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. ഒരു 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. സ്ക്വയർ കേക്ക് ആക്കിയിട്ടാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്ക്വയറിൽ ചെയ്താൽ മതി എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഫിനിഷിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേക്കാണ് ഈ സ്ക്വയർ കേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സൈഡ് ഭാഗമൊക്കെ ഫിനിഷ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യൽ. എനിക്ക് പെട്ടെന്ന് സൈഡ് ഭാഗം ഫിനിഷാക്കി കിട്ടാറുണ്ട്. എനിക്കെപ്പോഴും സൈഡ് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് പോലെയായിരുന്നു കേട്ടോ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിൽ നമുക്ക് പ്രശ്നമല്ലോ, വല്ല പാലറ്റ് നൈഫിൻ്റെ ഡിസൈനോ അങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. സൈഡ് ഭാഗമാണ് നമുക്ക് ഈ സ്ക്വയർ കേക്കിൽ മെയിനായിട്ടും ഫിനിഷാക്കി കിട്ടുന്നുണ്ട്. അങ്ങനെ കാർഡ് വെച്ച് ഫിനിഷ് ആക്കിയാൽ തന്നെ അത്യാവശ്യം ലെവലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിൽ ഞാൻ പാലറ്റ് നൈഫിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ പർപ്പിൾ കളറ് ക്രീം വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ഇതുപോലെ റോസറ്റ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടായിട്ടുള്ള ഡിസൈനും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെയിമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതും നോമ്പ് തുറക്കണതിൻ്റെ ഇപ്പോൾ ഈ നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നോമ്പ് തുറക്കുന്ന ടൈമിൽ കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സമാധാനമാണ് കേട്ടോ. നമുക്ക് സമാധാനത്തിൽ ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു കേക്കും കൊടുത്തു. ഇപ്പം നമ്മൾ പോണത് കുന്നംകുളത്തേക്കാണ് കേട്ടോ. നമുക്ക് ഒരു ബൊക്കെ സെറ്റ് ചെയ്യാനും കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവുകയാണ്. വന്നതിൻ്റെ ശേഷം കേക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിന് ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡൊന്നുമില്ല. അപ്പം ഓർമ്മയുള്ള ടൈമിൽ ഇടക്കുന്നൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ച കേക്കാണ് കേട്ടോ. ഇത് 1 kg ലോട്ടസ് ബിസ്കഫിൻ്റെ കേക്കാണ്. ഇത് നമ്മുടെ കസിനുള്ള കേക്ക് തന്നെയായിരുന്നു കേട്ടോ. ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് കളർ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് മുകളിൽ കുറച്ച് ഡാർക്ക് കളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓവർ കളറായാൽ തന്നെ
പിന്നെ ആകെ കഴിക്കുമ്പോൾ കയ്യിലും വായിലൊക്കെ കളറായി പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് മാത്രമായിട്ടാണ് കേട്ടോ സൈഡിലൊക്കെ കൊടുക്കുന്നത്. എന്നാലും കൂടിയിട്ട് നമ്മൾ ഈ ഡാർക്ക് കളർ കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം കളറൊക്കെ കയ്യിലാവും കേട്ടോ. അത് വേറൊരു കാര്യം. പക്ഷേ കസ്റ്റമർ പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മളിതാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അത്യാവശ്യം ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് അതിൽ ബൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബൊക്കെയൊക്കെ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലെടുത്തിട്ടില്ല, ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കണ ടൈമൊക്കെ ആയപ്പോൾ ഞാനിതാ ഫൈനൽ ഡെക്കറേഷനൊക്കെ കൊടുക്കാൻ ജസ്റ്റ് ഒരു ഹാർട്ട് മാത്രമാണ് വൈറ്റ് കളർ വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം കൊണ്ടു കൊടുക്കാനുള്ള കേക്കാണ് ഇത്. ചെറുതുരുത്തിക്കുള്ള കേക്കാണ്. പക്ഷേ ഞാൻ പകുതി വരെ അറങ്ങോട്ട് വരെയാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നിട്ട് മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇതാ ബൊക്കയും കേക്കും എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നു. ഇതങ്ങനെ നേരെ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഒരു 7 മണി ടൈമിലാണ് ഞങ്ങൾ കൊണ്ടു കൊടുക്കാനായിട്ട് പോയത്. അങ്ങനെ ഇതാ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിത് കൊണ്ടു കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ ആൾ വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 9 മണിക്കാണ് എത്തിയത്. അപ്പോൾ അതുവരെ റോട്ടിൽ ഇതുപോലെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി സെൻറ്ററിലാണ് കേട്ടോ. തലശ്ശേരി ആറങ്ങോട്ടുകര ആ ഒരു ഭാഗത്താണ്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളെത്തിയത് കേട്ടോ. ഒരു 9 മണി ടൈമൊക്കെ ആയപ്പോൾ ആളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ചുപ്പാ ചുപ്സിൻ്റെ മിഠായൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് നിന്നിരുന്നത് കേട്ടോ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെത്തിയപ്പോൾ ഞങ്ങൾ കേക്ക് കൊടുത്തയച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ